വീട്ടിൽ ചുമ്മാ ഇരുന്ന് ബോറടിച്ചപ്പോൾ തോന്നി ശാന്തിഗിരി വരെ ഒന്ന് പോയാലോ എന്ന്. ശാന്തിഗിരി ഞങ്ങൾ വീടിന് കുറച്ചടുത്തായിട്ടാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. അപ്പോൾ പുള്ളിക്കാരി ഫ്രീ ആയിരുന്നു. പുള്ളിക്കാരി ഫ്രീ ആണെങ്കിൽ ഭയങ്കര കോർപ്പറേറ്റീവാണ് കേട്ടോ, എവിടെ പോകാൻ വിളിച്ചാലും വരും. പക്ഷേ പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിൽ മാത്രം കുറച്ച് പുറകിലോട്ടാണ്. അത് ഞാനും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ 5:30ക്കാണ് പോകണമെന്നെങ്കിൽ അവൾ റെഡിയായി വരുമ്പോൾ 6 മണിയാവും. അപ്പം നമ്മൾ 6 മണിക്ക് പോകേണ്ട ഒരു സ്ഥലത്ത് അവളോട് പറയും 5:30ക്ക് വരാൻ. അത് എന്നോട് അവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് മുന്നേ റെഡിയായി പോയത് കൊണ്ട് തന്നെ അവളെ വെയിറ്റ് ചെയ്ത് ബോറടിച്ച് കുറേ പട്ടി ഷോയൊക്കെ കാണിച്ച് അങ്ങനെ ഇരിക്കുവാണ്. ഭാഗ്യം അപ്പോൾ തന്നെ പുള്ളിക്കാരി എത്തി. അങ്ങനെ പുള്ളിക്കാരിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങുവാണ്. ഇറങ്ങി പകുതി എത്തിയപ്പോഴാണ് കുട്ടിക്ക് ഭയങ്കര ഭക്തി വന്നു. അവിടുത്തെ അമ്പലം കണ്ടപ്പോൾ എങ്കിൽ ഞാൻ ആ ക്ഷേത്രത്തിൽ ഇറങ്ങി തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവളെ ക്ഷേത്രത്തിലൊക്കെ ഇറങ്ങി ഭയങ്കര ഭക്തിയോടെ പ്രാർത്ഥിക്കുകയാണ്. കൃഷ്ണനെ വലം വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ റോഡിൽ നിന്നിട്ട് വീഡിയോ എടുക്കുകയാണ്. പുള്ളിക്കാരി കറങ്ങി ചുറ്റി വരുന്നത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കാണുന്നില്ല. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവിടെ എവിടെ സ്റ്റോപ്പായി നിന്ന് കൃഷ്ണൻ്റെ ചെവി തിന്നുവാണെന്ന്. പുള്ളിക്കാരി ഒരു കൃഷ്ണഭക്തിയും കൂടെ ആയതുകൊണ്ടാണ്. തിരിച്ച് വരുന്നുണ്ട്. എനിക്ക് കുറിയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ തന്നെ ഞാൻ കൈകൊണ്ട് കുറിയിടാൻ പോയപ്പോൾ പറഞ്ഞു വേണ്ട എൻ്റെ ശുദ്ധമായ കൈകൊണ്ട് കുറിയിട്ട് തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ശാന്തിഗിരി എത്തിയപ്പോൾ തന്നെ അവിടെ ഫ്രണ്ടിൽ നിന്ന് പൂവാണ് ഇട്ടത്. ഭയങ്കര രസം തോന്നി. അങ്ങനെയാണ് ഈ പൂവിൻ്റെ ഫോട്ടോ എടുത്തത്. ഞാനല്ല, അവൾ തന്നെയാണ് എടുത്തത്. എൻ്റെ കണ്ണിൽ ഇതൊന്നും പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ തന്നെ ഫോട്ടോയും അതിൻ്റെ വീഡിയോയും ഒക്കെ എടുത്ത് എന്ത് രസമല്ലേ, നല്ല നല്ല ഭംഗിയുണ്ട്. വിടരാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ശാന്തിഗിരിക്ക് അകത്ത് കയറുമ്പോൾ തന്നെ ഇങ്ങനെ വെള്ളമുണ്ട്. നമ്മളങ്ങനെ കാലൊക്കെ വെള്ളത്തിൽ നനച്ച് അകത്ത് കയറാണ്. അപ്പോൾ എല്ലായിടത്തും ഒന്നും വീഡിയോ അലൗഡ് അല്ല. അപ്പം ഞങ്ങളിങ്ങനെ അലൗഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വീഡിയോ എടുത്ത് അകത്ത് കയറി. അവിടെ ഒരു വെളുത്ത ആനയുണ്ട്, പിന്നെ വള്ളമുണ്ട്. ഇങ്ങനെ വീഡിയോയൊക്കെ എടുത്ത് അകത്ത് കയറി. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കുമ്പോൾ ഭയങ്കര ഒരു അങ്ങനെ ഞങ്ങളിങ്ങനെ അകത്ത് കയറി അവരോടൊക്കെ സംസാരിച്ച് ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ എത്ര വട്ടം ചെന്നാലും അവർ പറയും ഇവിടെ ഈ ഫോൺ അലൗഡ് അല്ലാത്ത സ്ഥലങ്ങളൊക്കെ അവർ പിന്നെ ഓർമ്മിപ്പിക്കും. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അതൊക്കെ അറിയാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു കപ്പിൾസ് നിന്ന് സ്വന്തമായിട്ട് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അതിന് ഞാൻ ചെന്നിട്ട് ഫോട്ടോ എടുത്ത് തരണോ എന്നൊക്കെ ചോദിച്ച് അവർക്ക് പിന്നെ ഞാൻ ഫോട്ടോയൊക്കെ എടുത്തു കൊടുത്തു. അവർ ഇവിടെയുള്ളവരല്ല, ആലപ്പുഴ ഉള്ളവരാണ്. അപ്പം അവിടെ നിന്ന് ശാന്തിഗിരി കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നമ്മളിവിടെ അടുത്ത് ആണെങ്കിൽ പോലും നമുക്ക് വലിയൊരു ഇതില്ല, തോന്നുമ്പോൾ മാത്രമാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങളും പിന്നെ കുറേ ഫോട്ടോസും സെൽഫീസും ഒക്കെ എടുത്തു, വീഡിയോ എടുത്തു. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ പുള്ളിക്കാരി എൻ്റെ ചോദിക്കുന്നുണ്ട് ഇതെന്തോ സംഭവം ഇങ്ങനെ എടുക്കണമെന്നൊക്കെ. ഞാൻ വെറുതെ എടുത്തതാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ താമര കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റാണ് കിട്ടുന്നത്, വെള്ളത്താമര. അപ്പോൾ അത് ഭയങ്കര രസമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി നടന്നു. ഭയങ്കര പച്ചപ്പിൻ്റെ താഴ്വാരം എന്ന് പറയുമ്പോൾ ഒരുപാട് ചെടികളും പൂക്കളും. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്, ഭയങ്കര രസമാണ്. നമ്മൾ ചെന്നപ്പോഴത്തേക്കും പ്രാർത്ഥന ടൈമൊക്കെ ആയിരുന്നു. അപ്പം പ്രാർത്ഥിക്കാൻ കയറാനൊരു മൂഡില്ല, അതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ വെറുതെ അവിടെയൊക്കെ ചുറ്റി നടന്നു. അവിടെ ചെന്നിരുന്നു. കുറച്ച് കൊതുകൊക്കെ ഉണ്ട്. പിന്നെ ചുറ്റും മരങ്ങൾ, പുസ്തകങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ ആ പുള്ളിക്കാരോട് പറഞ്ഞു. പുള്ളിക്കാരി വീഡിയോസൊക്കെ എടുത്ത് ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചുറ്റി നടന്നു. പിന്നെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു.